അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. നമ്മൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, റൂം വെക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇന്ന് 3ാമത്തെ ദിവസമാണ്. ഇന്നലെ നമ്മൾ നൈറ്റ് ന്യൂ ഇയർ സെലിബ്രേഷന് കാര്യങ്ങൾ DJ പാർട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത് 11 മണി. അപ്പോൾ ഗ്രൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ ലഗേജൊക്കെ വണ്ടിയിൽ കയറ്റിയിട്ട് നമ്മൾ റൂം വെക്കേറ്റ് പോവുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇത് നമ്മുടെ ആശിഷ് ബ്രോ. അപ്പോൾ ഇവന് ആളൊരു റാപ്പറാണ്. അപ്പോൾ ഇന്നലെ ഇവനാണ് പ്രോഗ്രാം മെയിൻ പ്രോഗ്രാമിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവനായിരുന്നു. ബാക്കി പ്രോഗ്രാംസൊക്കെ ഒരു ആവറേജ് ആയിരുന്നു, പക്ഷേ നല്ല രീതിയിൽ സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഡിയൻസ് ഇന്നലെ ഒരു കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര റൂഡായി, ഭയങ്കര വയലൻ്റായി. പിന്നെ കൺട്രോൾ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരു വിധത്തിന് പാപ്പാനീനൊക്കെ കത്തിച്ച് പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത്. അപ്പം നമ്മളെന്തായാലും ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. അവിടുന്ന് പിന്നെ എല്ലാവരും പിരിയും. അപ്പോൾ അതാണ് പരിപാടി. പിന്നെ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ വരുന്നുണ്ട്. ഞങ്ങളിവിടെ നിന്ന് കറങ്ങാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോവാം. അപ്പോൾ വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്ത് അപ്പോൾ ഇനി ഗ്രൗണ്ടിലേക്ക് പോവാം. ഫുഡ് കഴിക്കണം. ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ തന്നെ ഭയങ്കര ടയേർഡാണ്. ഇന്നത്തെ പരിപാടീൻ്റെ ക്ഷീണത്തിലാണ് ഞങ്ങൾ. അപ്പോൾ വണ്ടി നമുക്ക് ഗ്രൗണ്ടിലേക്ക് അലോഡല്ല. പോലീസുകാർ ഇപ്പോഴും ബാരിക്കേഡ് കെട്ടി നിർത്തിയിരിക്കുക. ഇവിടെ എന്തായാലും ബ്ലോക്കാണ്, നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല. അപ്പുറത്തും ബ്ലോക്കാണ്, പോകാൻ പറ്റില്ല. അപ്പോൾ വണ്ടി നമ്മളിവിടെ ഒരു തണലത്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ ജസ്റ്റ് നടക്കാനുണ്ട്. അപ്പം ഇന്നലൊക്കെ ഇവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഭയങ്കര ടയേർഡാണ്. അപ്പോൾ എല്ലാവരും ബാഗും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വെച്ച് ഞങ്ങൾ നേരെ പോയിട്ട് ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വരിക. എന്നിട്ട് ബ്രോനെ നമുക്ക് അവിടെ ബസ് സ്റ്റാൻഡിൽ നോക്കണം. അവന് തിരിച്ചു പോകണം. അത് കഴിഞ്ഞ് വേറെയും എൻ്റെ ഒരു കസിനാണ്, ഞാൻ പറഞ്ഞില്ലേ, കസിൻ സിസ്റ്റർ വരുന്നുണ്ട്. അവളെ പിക്ക് ചെയ്യണം. എന്നിട്ട് നേരെ അതാണ് പ്ലാൻ. ഇവിടെ പിള്ളേരൊക്കെ വൻ ചില്ലാണ്. എവിടെയൊക്കെ വൻ പരിപാടി. ബ്രോ എവിടെന്നാ എല്ലാവരും? എവിടെന്നാ എല്ലാവരും? മലപ്പുറം എവിടെ? മഞ്ചേരി. ഞാൻ തിരൂർ. നൈസ് ടു മീറ്റ് യു. ഇങ്ങനെയൊക്കെ പൊളിയല്ലേ? ഇന്നലെ വന്നായിരുന്നാ? ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മുടെ മലപ്പുറം ടീംസിനെ കണ്ടപ്പോൾ ജസ്റ്റ് അവരൊന്ന് പരിചയപ്പെട്ടതാണ്. ഹായ് പറഞ്ഞ മലപ്പുറത്തെ എല്ലാ മച്ചാന്മാരും. ഓക്കെ, മലപ്പുറത്തെ എല്ലാ മച്ചാന്മാരും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എന്താണ് ഹാപ്പി ന്യൂ ഇയർ? എവിടെന്നാ എല്ലാവരും? ഫോട്ടോ വെച്ച് എല്ലാവരും ഇവിടെ തന്നെ ഉള്ള ആൾക്കാരാണ്. ന്യൂ ഇയർ എന്നിട്ട് അടിച്ച് പൊളിച്ചില്ലേ? ഇന്നലെ വന്നിട്ടില്ലായിരുന്നു. ഇന്നലെ ഇവിടെ ഫുൾ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ വരാൻ പറ്റിയില്ല അല്ലേ? ക്യാമ്പ് സാറില്ല. അപ്പോൾ നമ്മളിവിടുത്തെ പിള്ളേർ ഇന്നലെ അവർക്ക് ക്യാമ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഇന്നലെ വരാൻ പറ്റിയില്ല. അപ്പോൾ അവരോട് ഫോട്ടോ എടുക്കാൻ വന്നത്. അപ്പോൾ അവങ്ങൾ ഇന്നലെ ഇത് CSI ചർച്ചിൻ്റെ ഒരു ഹെറിറ്റേജ് ബിൽഡിങ്ങാണ് നമ്മൾ നേരെ കാണുന്നത്. ഈ കാണുന്നതും ഒരു ഹെറിറ്റേജ് ബിൽഡിങ്ങാണ്. നല്ല ഫോട്ടോജനിക് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. എന്നടാ അതാണ്. അത് വേറെ ഒന്നുമല്ല, അതിൻ്റെ ഒരു ആർക്കിടെക്ചർ സംഭവം കൊണ്ടാണ്. വണ്ടി വരുന്നുണ്ട്. നടന്ന് പരേഡ് ഗ്രൗണ്ടിൽ നമ്മളെത്തി. ഇവിടെ ഫുൾ ക്ലീനായിട്ടോ, ഫുൾ സെറ്റാണ്. ഇന്ന് രാവിലെ ഞങ്ങൾ കണ്ടതല്ലേ, ഇവിടെ ഫുള്ള് പ്ലാസ്റ്റിക് ബോട്ടിലായിരുന്നു. അതൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫുൾ ആദ്യത്തെ ദിവസം എങ്ങനെയായിരുന്നോ അതുപോലെ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മളെ വോളണ്ടീഴ്സ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇത് കളക്ട് ചെയ്യുന്നത് ഒരു NGO ആയിട്ടുള്ള ഒരു ടീംസ് ഉണ്ട്. അവരാണ് വന്നിട്ട് ഇത് കളക്ട് ചെയ്യുന്നത്. കുറച്ച് ബോട്ടിൽസ് ബാക്കിയുണ്ട്, അവർ എടുത്തതിൻ്റെ ബാക്കിയുണ്ട്. മനസ്സിലാം, ഇവരാണ് ഇതിൻ്റെ ആൾക്കാർ, നമ്മളതിൻ്റെ പാർട്ട്നേഴ്സ്. സ്റ്റോപ്പ് ലിറ്ററിങ്, സ്റ്റാർട്ട് കെയറിങ് ഫോർ ദ നേച്ചർ. അതായത് പ്രകൃതി സംരക്ഷിക്കണം, അതാണ് മെസ്സേജ്. നമ്മുടെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റീൻ്റെ ഇതുണ്ട്. ബ്രോ എങ്ങനെയുണ്ട്? ഒക്കെ ക്ലീനാണ്, സെറ്റാണ്. അല്ല, ഇവിടെ സാധനങ്ങളൊന്നും കിട്ടിയില്ല. എന്താ നിങ്ങൾക്ക് വേണ്ടി?
അല്ല വണ്ടിയിൽ നമുക്ക് ബോക്സ് ഒന്നും കാണില്ല അവിടെ. ആ ബോക്സ് ഉണ്ട് അല്ലേ? ബോക്സ് ഒരെണ്ണം പോലും കാണില്ല. നോക്കട്ടെ ചിലപ്പോൾ കൊണ്ടുപോയിട്ടൊന്നും പറയാൻ പറ്റില്ല. ഞാൻ അവിടെ ചോദിക്കലുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. അതായത് ഇവരെ സാധനങ്ങൾ ഇവരെ കുറച്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് മിസ്സിങ് ആണ്. മിക്കവാറും എല്ലാവരും ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നലെ പാപ്പാനീനെ കത്തിച്ചാണ് അവിടെ ഒന്നും ഒരു മനുഷ്യന്മാരില്ല, എല്ലാവരും പോയി. പിന്നെ ഇന്ന് വൈകുന്നേരം ഒരു റാലിയുണ്ട്, അതോടുകൂടി ഈ പ്രോഗ്രാം അവസാനിക്കും. അപ്പോൾ നമ്മൾ ഫുഡ് എല്ലാം ഉണ്ടോയെന്നുള്ളത് ഞാൻ നോക്കട്ടെ. സാർ നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? റാപ്പർ ബ്രോ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തി, കുഴപ്പമില്ല. ഇന്നലെ പുള്ളിക്കാരൻ്റെ ഒരു രീതിയിലാണ് നമ്മൾ പിടിച്ചു നിന്നത്. പുള്ളിക്കാരന്റെ സോങ് വന്നപ്പോഴാണ് എന്താ പറയുക ക്രൗഡ് അങ്ങോട്ട് വൈബായത്. അതെ ഓക്കെ. അപ്പോൾ നമ്മളെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ നമ്മൾ സൈഡായതാണ്. ഞങ്ങൾ ജസ്റ്റ് ഒരു ചായ കുടിച്ചിട്ടില്ല. ഈ കാണുന്നതാണ് ബെർണാഡ് ബംഗ്ലാവ്. ഇതൊരു ഹെറിറ്റേജ് ഹോം സ്റ്റേ ആണ്. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ബെർണാഡ് ബംഗ്ലാവ്. അതെ, ഈസ്തെറ്റിക് ലുക്കുള്ള ഒരു സംഭവമാണ്. നേരിപ്പുറത്ത് നമ്മുടെ ഗ്രൗണ്ട്, ഇവിടെയാണ് നമ്മുടെ സംഭവം പാപ്പാങ്ങനെ കത്തിച്ച് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കവിടെ. അങ്ങനെ കൊച്ചിയിലെ കാർണിവൽ ഡേ 1 1-ാം തീയതി 2024 മലബാർ ഹൗസ് ഫോർട്ട് കൊച്ചി. എല്ലാം റിസോർട്ടാണ് അത്ര റിസോർട്ട്. അച്ഛനെ നമ്മളിവിടെ നടന്നിട്ട് ചായക്കട അറ്റത്താ തോന്നുന്നു കിട്ടാൻ. അപ്പോൾ ഇവനെന്തായാലും നടത്താൻ വേണ്ടി താല്പര്യം തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് പോയി നോക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ നടന്ന് ഇവിടെ എന്താ പറയുക ഡേവിഡ് ഹാളിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഇതാണ് ഡേവിഡ് ഹാള്. 1 സെക്കൻഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നീ കയറണം. അപ്പോൾ ഇതാണ് ഡേവിഡ് ഹാൾ. ഞാൻ ഒരു പ്രാവശ്യം ഇതിനകത്ത് കയറിയായിരുന്നു, നമ്മുടെ ടീംസുമായിട്ട് കയറിയായിരുന്നു. ഇനി നമുക്ക് ഒന്ന് കയറി നോക്കാം. ഇത് ഹോർത്തൂസ് മലബാർ കേസ്, അത് ഇതിനകത്താണ് അവർ എഴുതിയത് എന്നാണ് പറയുന്നത്. അവിടെ അതിൻ്റെ ഒരു പഴയത് ഡച്ച് ഗവർണർ റഹീസ് എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ്റെ ഫോട്ടോ കാര്യങ്ങൾ. ഡേവിഡ് ഹാള്, ബിഗ് വിൻഡോ. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. കയറി വരുമ്പോൾ തന്നെ 2 ഭരണി കാണും. ഇത് റെസ്റ്റോറൻറ്റ് കം ആർട്ട് ഗാലറി ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും നല്ല അടിപൊളി പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. കയറി വരുമ്പോൾ തന്നെ നല്ല ഒരു അടിപൊളി. ഇതൊക്കെ സെയിലിന് വേണ്ടി വെച്ചിട്ടുള്ള കേട്ടോ. നമുക്കിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. അത്യാവശ്യം റേറ്റ് ഉണ്ട്, സ്ക്വയർ ഫീറ്റിനനുസരിച്ച് ആ റേറ്റ്. ഇത് അതിൻ്റെ വരച്ചിട്ടുള്ള ആർട്ടിസ്റ്റ്, മ്യൂറൽ ആർട്ടിസ്റ്റ്. അപ്പോൾ അവർ എക്സിബിഷൻ സെറ്റ് ചെയ്ത്. ഇത് പെയ്ഡാണോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ പെയ്ഡായിരിക്കും. ഇതേപോലെ കൊച്ചി ദർബാർ ഹാൾ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയും നമുക്കിതുപോലെ ആർട്ട് ഗാലറിയൊക്കെ നടത്താം. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല. ഏറെക്കുറെ ഇതാണ് അവസ്ഥ. പിന്നെ ഈ ഹാള് എന്ന് പറയുന്നത് താഴെ ടൈലാണ്, ക്ലേ ടൈല്. ലെഫ്റ്റ് സൈഡിൽ ബിഗ് വിൻഡോ. മേലെ മച്ചുണ്ട് തോന്നുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ അങ്ങനെ മച്ച് കാണുന്നില്ല. എന്തായാലും ഇറ്റ്സ് എ വെരി നൈസ്. That is Krishna. Oh, with the makhan. Stealing the makhan. Yeah. അപ്പോൾ ഒരു ടീംസ് വന്നിട്ട് കൃഷ്ണൻ്റെ വിഗ്രഹം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. ബ്രോ കം. ജസ്റ്റ് ഔട്ട് സൈഡ് അപ്പുറം നമുക്ക് കേട്ടോ. വേറെ വരുന്നവർക്ക് ഇരിക്കാനുള്ള സീറ്റും കാര്യങ്ങളുണ്ട്. ഇവിടെ ബിഗ് വിൻഡോ. ഓക്കെ, ഇവിടെ നമുക്കൊരു ബുദ്ധ പ്രതിമ കാണാം. ബുദ്ധ പ്രതിമയല്ല, ബുദ്ധ പിക്ചർ. തൃശ്ശൂർ പൂരം.
തൃശ്ശൂർ സ്വാമി അയ്യപ്പ. കൊള്ളാതെ ഓക്കെ. അവനോട് ഇരിപ്പുണ്ട്. അവിടെ നമുക്ക് അപ്പുറത്തേക്ക് പോകാം. ദിസ് ഈസ് കോൾഡ് ഓട്ടംതുള്ളൽ. നമ്മുടെ നാട്ടിലാണ് ഓട്ടംതുള്ളൽ സ്റ്റാർട്ട് ചെയ്തത്. ഒരു 1 lakhനാണ് ഇന്നലെ പെയിൻറ്റിംഗ് ഒക്കെ പോയത്. ഏതൊരു പെയിൻറ്റിങ്. ഇതിനകത്ത് കഫ്റ്റീരിയ ആണ് കേട്ടോ ഉള്ളത്. കഫ്റ്റീരിയ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റപ്പാണ്. കാണിച്ചാൽ കേക്കിംഗ് pancake that you can dine here. So here you can chill with friends here. And the corporate lifestyle. You can see the sculptures of stone in the sculpture. This way. അപ്പോൾ ഇത് കഫ്റ്റീരിയ ആണ് ആക്ച്വലി. അതായത് ബാക്ക് യാർഡ് കഫ്റ്റീരിയ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ ഈവനിങ് പ്രോഗ്രാം ഉണ്ടാവും. ലൈവ് മ്യൂസിക് ഉണ്ടാവും. നല്ല രസം. ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ലൈവ് മ്യൂസിക്. ജാമിങ് വൈകുന്നേരം. This is the courtyard of David Hart. I will show you. This is the old building. ഇവിടെ ഒരു കിണറൊക്കെ കാണാം. അതിനകത്തടാ ഒരു ഫോട്ടോ ഫ്രെയിമുണ്ട്. അതിനകത്ത് പോയി തലട്ടെ അപ്പുറത്തൂടെ നോക്ക്. അവൻ ഡെമോ കാണിച്ചാലും. എക്സാക്ട്ലി. അങ്ങനെ നോക്കി. ഔട്ട് ഓഫ് ദി ബോക്സ് 3D ഫ്രെയിം. 3D ഫ്രെയിം എന്ന് വേണമെങ്കിൽ പറയാം. വാ ഗെറ്റ് ഔട്ട് സൈഡ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നേരെ അപ്പുറത്തേക്ക് പോകാം കേട്ടോ. കാണിച്ചു തരാം. വാടാ നമുക്കേ ഈ വഴി അപ്പുറത്തേക്ക് പോകാൻ പറ്റും. ഇതാണ് ഡേവിഡ് ഹാൾ. ഇവിടെ ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോർത്തൂസ് മലബാർക്കസ് ഇവിടെ വെച്ചിട്ടാണ് രചിച്ചത്. അപ്പോൾ ഡച്ച് കൺസ്ട്രക്ഷനുള്ളൊരു ബിൽഡിങ്ങാണ്. അതൊരു റിസോർട്ടാണ്. ഇവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ റെസ്റ്റ് ഹൗസ്. വാ ഇങ്ങനെ പോകും. അപ്പോൾ ചായ കുടിക്കാൻ നോക്കി ഞങ്ങൾ എവിടേക്കൊക്കെ പോവാ. ഡേവിഡ് ഹാൾ കണ്ടു. ഇപ്പോൾ ചായക്കട ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ കണ്ടു. ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഗവൺമെൻറ്റിൻ്റെ റെസ്റ്റ് ഹൗസാണ്. ഇവിടെ 200 to 300 നമുക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ താമസിക്കാൻ പറ്റും. അതായത് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഈ ഒരു ഏരിയയിൽ വേറെ റെസ്റ്റോറൻറ്റ് കിട്ടില്ല. അപ്പോൾ ഓൺലൈൻ സൈറ്റ് കേരള ടൂറിസം അതിനുള്ള ഫെസിലിറ്റി ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതിനകത്ത് അയച്ചു തരാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഓൾറെഡി 60ഓളം ഇതേപോലെ ഹോം സ്റ്റേ PWDൻ്റെ റെസ്റ്റ് ഹൗസ് ഇപ്പോൾ റിനോവേറ്റ് വർക്ക് കഴിഞ്ഞിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അതായത് ചുരുങ്ങിയ ചിലവ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആൾക്കാർക്ക് താമസിക്കാം. അങ്ങനെ നമ്മൾ നേരെ കയറി വരുന്നത് ഇറ്റ്സ് എ വണ്ടർഫുൾ വൈഡ് വ്യൂ ഓഫ് ഫോർട്ട് കൊച്ചി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എന്നാലും നമ്മൾ ഇതിലാണ് നൈറ്റ് വാക്കൊക്കെ നടത്തിയത്. അപ്പോൾ അങ്ങോട്ട് പോകണം. അവിടെ കാണാം. അവിടെ നമുക്ക് അപ്പുറത്ത് കപ്പലൊക്കെ കാണാം. ഇന്നലെ ഞാൻ ഇതുവഴി നടന്നു ഒരു പ്രാവശ്യം വന്നതാണ്.
ഇപ്പോൾ 11:30 12 ആയി തോന്നുന്നുണ്ട്. ഇവിടെ ഉണ്ട്. ഫൈനലി വി ഫൈൻഡ് എ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മളൊരു ചായക്കട കണ്ടു. നേരെ ചായക്കടയിലേക്ക് കയറാം. ഇവിടെ മൊത്തം ഫുഡ് കോർട്ടാട്ടോ കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ കണ്ട ടോപ്പിൽ കയറിയതാണ്. ഞാൻ കാണിച്ചു തരാം. ഫോർട്ട് കൊച്ചിയിലെ ഷോപ്സ് കുറേ ആൻറ്റിക് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ക്രാഫ്റ്റ് ഐറ്റംസ് ഇതിനകത്ത് കാണുന്നു. പിന്നെ വെറൈറ്റി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, റെഡ് ഇന്ത്യൻസ് ടൈപ്പ്. എന്നൊരാളല്ലേ കൊച്ചിയിലേക്ക് അല്ല കാണാം. ആ ഓക്കെ. ഞാൻ കാണിച്ചു തരാം. ഡ്രസ്സൊക്കെ ഇവിടെ നിന്ന് പുറത്ത് തൂക്കിയിട്ടുണ്ട്. വെറൈറ്റി സാധനം, പാൻറ്റ് പോലത്തെ സാധനം. എന്താ പറയാമെന്ന് നമുക്കറിയില്ല. വെറൈറ്റി സാധനം മൊത്തം ഇങ്ങനത്തെ സംഭവങ്ങളാണ്. ഇവിടെ വേറെ ഹാൻഡിക്രാഫ്റ്റിൻ്റെ സംഭവങ്ങളൊക്കെ. കൊച്ചി ഷോപ്പിംഗ് ഏരിയ. ചായക്കട തപ്പി ഞങ്ങൾ ഏകദേശം ഫോർട്ട് വെച്ച് ഇപ്പോൾ കറങ്ങിയ അവസ്ഥയാണ്. ഇവിടെ ഇതിനെത്ര എനിക്ക് ടൈപ്പ് തോക്ക് ഭയങ്കര പ്രത്യേകിച്ച് ടൈപ്പ് ഇതോ അത് കൊള്ളാം. ഇത് നിനക്ക് ചേരും. ഞാൻ ഇന്നലെ വെച്ചില്ലേ, എൻ്റെ അടുത്ത് അത് മിസ്സായി. ഇതൊരു സ്പൈസ് ഷോപ്പാണ്. ഇവിടെ ആളുണ്ടോ നോക്കട്ടെ. എക്സ്ക്യൂസ് മീ, ഇവിടെ ആളുണ്ടോ? ഒന്ന് വരുമോ? സ്പൈസ് ഷോപ്പാണ്. ചേട്ടാ ആ ക്യാപ്പ് എന്താ റേറ്റ്? ഞാനൊന്ന് ജസ്റ്റ് വീഡിയോ ഒന്ന് എടുത്തോട്ടെ. അതൊന്നും സ്പൈസിൻ്റെ ഷോപ്പ്. നല്ല സ്മെല്ലുണ്ട് അതിൻ്റെ ഉള്ളിൽ. പഴയ പെട്ടി കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാണ്. ചെറുക്കനോടെ എടാ മറ്റേ ഇവിടെ വരദല്ലേ? ഓക്കെ. ഹായ് പറഞ്ഞോളെ. എൻ്റെ പേരെന്തായിരുന്നു? വർക്ക് ചെയ്യുന്നത് അൻഷാദ്. ഇത് അൻഷാദ് സജ്മൽ. ഓക്കെ. ഇവന്മാരായിട്ട് ഞങ്ങൾ ഫുഡ് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ടൗൺ ഹൗസ്. നടന്നാലും കാണാം ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. വണ്ടി നമുക്ക് അവിടെ കിടപ്പുണ്ട് നമ്മളെ ചെക്കൻ. അപ്പോൾ ഡൂഡ്സ് നമ്മൾ ഫുഡ് വാങ്ങാൻ ഇറങ്ങിയതാണ്. സമയം എത്രയായി? 1:04. അപ്പോൾ ഇവിടെ ഇറച്ചിച്ചോറ് സംഭവം ഉണ്ട്. അപ്പോൾ ഇക്കാൻ്റെ കടയാണ്. ഞാൻ ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ട് ഇത് കഴിച്ചിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങളത് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പുള്ളിക്കാരൻ ഡൈനിങ് കൊണ്ട് സെറ്റാക്കി തരാനാണ്. ഡൈനിങ് ഭയങ്കര തിരക്കാണ്. ഇവിടെ മുട്ട വിടുന്നു. ഇവിടെ ചേട്ടൻ ഇറച്ചി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഡച്ച് സ്ക്വയറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫോർട്ട് കൊച്ചി ഡച്ച് സ്ക്വയർ. അപ്പോൾ ഈ കാണുന്നത് ദ ടവർ റെസ്റ്റോറൻറ്റ് തെറ്റാണ്. ഈ കാണുന്നത് ദ ടവർ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഡച്ച് സ്ക്വയർ. വരേണ്ട ആവശ്യമില്ല. ഇത് മറ്റൊരു റെസ്റ്റോറൻറ്റ്, ഓൾഡ് ഹാർബർ ഹോട്ടൽ. പഴയ തുറമുഖ നഗരം അതുകൊണ്ടായിരിക്കണം ഓൾഡ് ഹാർബർ ഹോട്ടൽ. ഇതും ഒരുപാട് വെഡ്ഡിങ് ഷൂട്ട്സ് അതുപോലെ മൂവി ലൊക്കേഷൻസ്, സോങ്സ് എല്ലാത്തിനും യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത് കൊള്ളാം. നമുക്ക് എന്തായാലും ഇപ്പോൾ കയറുന്നില്ല. പിന്നെ ഈ സ്ഥലം ഏതാണെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ പ്രേമം സിനിമയില്ലേ, പ്രേമം സിനിമയിൽ നിവിൻ പോളിയുടെ റെസ്റ്റോറൻ്റായിട്ട് കാണിക്കുന്നില്ലേ, അത് ഈ റെസ്റ്റോറൻ്റാണ്. എന്നിട്ട് നമ്മുടെ ഷർഫുദ്ദീൻ കുതിരപ്പുറത്ത് വരുന്നത്, ആ കുതിരപ്പുറത്ത് വരുന്ന റെസ്റ്റോറൻ്റാണ് നമ്മൾ ഈ ബാക്കി കണ്ട റെസ്റ്റോറൻറ്റ്. പിന്നെ ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്
ഞാൻ ഇന്നലെ നൈറ്റ് വന്നപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി ഇതാണ് കേഡർ ഹൗസ്. കേഡർ ഹൗസ് ഒരു വെറൈറ്റി ബിൽഡിംഗ് ആണ്. ചുവന്ന കളറാണ്. എനിക്ക് കാണുന്നില്ലെങ്കിൽ കാണിച്ചു തരാം. പാർലർ ചുവന്ന പെയിൻ്റെടുത്തിട്ട് ഇത് ജൂ കമ്മ്യൂണിറ്റിയുടെ ഉടമസ്ഥയിലുള്ള ഒരു ബിൽഡിങ്ങാണ്. അതായത് ഇവർ ട്രേഡിങ് പലതരം എന്താ പറയുക കച്ചവടത്തിലും കാര്യത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് കേഡറല്ല കോഡർ ഹൗസാണ്. കോഡർ ഹൗസ് 1808. അപ്പോൾ ഇതാണ് സംഭവം. ഇതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അതാണ്. അവരുടെ ഉടമസ്ഥയിലുള്ള ബിൽഡിങ്ങാണ് ഇത്. ഫോട്ടോ എടുക്കാൻ പറ്റിയ സാധനങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ പറ്റിയ ഏരിയയാണ്. എങ്ങനെയുണ്ട് ന്യൂ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ? ഇന്നലെ വന്നോ അത് ഇന്ന് വന്നതാ? ഇന്നലെ വന്നു. എന്നിട്ട് പ്രോഗ്രാമൊക്കെ കണ്ടോ? പാപ്പാനീനെ കത്തിക്കുന്നൊക്കെ കണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. മറ്റേ ഡാൻസ് പ്രോഗ്രാം, DJ പ്രോഗ്രാം അതൊക്കെ കണ്ടായിരുന്നു. സെറ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഒരു ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും ഒന്ന് പറയുന്നെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പോൾ ശരി എന്നാ, ബൈ. അപ്പോൾ ജസ്റ്റ് ഒരു ടീംസ് അവിടെ വൺ ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡ് വാങ്ങാൻ വേണ്ടി അവിടെ എന്തായാലും 15 മിനിറ്റ് എടുക്കുന്ന പറഞ്ഞു. സോ അവരെന്തായാലും അവിടെ 15 പരിപാടി സെറ്റാക്കട്ടെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങോട്ട് കയറിയതാണ്. ബർഗർ സ്ട്രീറ്റ്. ഇവിടെ ഈ റോഡ് നേരെ പോകുന്നത് ജയിൽ മ്യൂസിയത്തിലേക്കാണ്. ജയിൽ മ്യൂസിയം കാൽവത്തിയിലേക്കുള്ള റോഡാണ് ഈ റോഡ്. കാൽവത്തി മോസ്കൊക്കെ ഈ റോഡിലുള്ളത്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരു സ്കൂളാണ്. ആ ഒരു ബിൽഡിങ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാനിത് കാണിക്കാൻ പറ്റും. തിരിച്ച് നടക്കാമെന്ന് വിചാരിക്കുന്നു. ബർഗർ സ്ട്രീറ്റ്. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നല്ല പാത്തൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. 2 റോഡൊക്കെ നല്ലതാണ്. പിന്നെ എല്ലായിടത്തും പ്രോപ്പർ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാത്തതെന്ന് പറഞ്ഞാൽ മാലിന്യം, അത് ഇത്തിരി ടാസ്ക് പിടിച്ച കാര്യമാണ്. അതിനിപ്പോഴും ഒരു പ്രോപ്പർ സിസ്റ്റം കൊച്ചിൻ കോർപ്പറേഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. കേരളത്തിൽ തന്നെ കുറവാണ്. പിന്നെ കൊച്ചിൻ കോർപ്പറേഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ദിസ് പ്രോപ്പർട്ടി ബിലോങ്സ് ടു ഡെൽറ്റ സ്കൂൾ സൊസൈറ്റി. ഡെൽറ്റ സ്കൂളിൻ്റെ ഒരു ഹെറിറ്റേജ് ബിൽഡിങ്ങാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഡെൽറ്റ സ്റ്റഡി, ഇതിപ്പോൾ സ്കൂളോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. ജസ്റ്റ് ഞാൻ പുറത്തുനിന്ന് എനിക്ക് കാണിച്ചു തരാം. ഗവൺമെൻറ്റിൻ്റെയാണ്. അപ്പോൾ ആ ബിൽഡിങ്ങൊക്കെ ഉണ്ടോ? നല്ല അടിപൊളി. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ ജയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. കേരള പോലീസിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ജയിൽ മ്യൂസിയം ഉണ്ട് കാര്യങ്ങൾ. ഈ മ്യൂസിയത്തിൽ ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ സംഭവം. ഫോർട്ട് കൊച്ചി ജയിൽ. ഡെൽറ്റ സ്റ്റഡി. ഇതിൻ്റെ ബാക്കിൽ ലാൻഡ്സ്കേപ്പ് ഒരുപാടുണ്ട്. അപ്പോൾ ഇവിടെ മെയിൻ പാർക്കിങ്ങൊക്കെ ഇവിടെയായിരുന്നു. മെയിൻ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ന്യൂ ഇയർ ഡേ ഇവിടെയായിരുന്നു പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ കൊള്ളാം. എന്തായാലും നമ്മളിങ്ങനെ ജസ്റ്റ് തേരാപ്പാറ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കാര്യങ്ങൾ കൊള്ളാം. എനിക്കിഷ്ടപ്പെട്ടു. സംഭവം അടിപൊളിയാണ്. ഫുഡ് ഇപ്പോൾ ആയിട്ടുണ്ടാവും. 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ച് നടക്കുകയാണ്. നേരെ ഫുഡ് എടുക്കുന്നു, നമ്മുടെ ടീംസിന് കൊണ്ട് കൊടുക്കുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നു. അപ്പോൾ നമ്മൾ പോയി നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളതും കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾക്ക് ഈ ഫോർട്ട് കൊച്ചിയുടെ പേരെങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കൊച്ചിക്കോട്ട, അതാണ് ഫോർട്ട് കൊച്ചി ആയത്. ഇവിടെ ഒരു ഫോർട്ട് ഇമാനുവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടയുണ്ടായിരുന്നു. ആ കോട്ടയുടെ പേരിലാണ് ഇത് ഈ കൊച്ചി നഗരം അറിയപ്പെടുന്നത്.
സുബൈർ ഖാൻ്റെ ഷോപ്പിലാണ് നമ്മളുള്ളത്. അപ്പോൾ സുബൈർ ഖാൻ്റെ കട എന്ന് പറഞ്ഞാൽ ചില്ലറ കടയല്ല, ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ വരുന്ന കടയാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് മുന്നേ നമ്മളെ സൗബിൻ ഷാർക്ക പുള്ളിക്കാരൻ വന്നിട്ട് ഇതുവഴി പാസ് ചെയ്ത് പോയതാണ്. അപ്പോൾ ഇക്കാണ് നമുക്ക് പുള്ളിയാണെന്നുള്ളത് പറഞ്ഞു തന്നു. ഒക്കെ പറയുന്നത് എല്ലാവരും ആദിവാസികളൊക്കെ ഇവിടെ ഇടയ്ക്ക് വരുന്ന പറഞ്ഞത്. പിന്നെ അൻവർ റഷീദിൻ്റെ ഡയറക്ടർ പുള്ളിക്കാരൻ്റെ വീട് ഇവിടെയാണോ? ഓക്കെ. അപ്പോൾ ഈ ഗ്രൗണ്ട് നേരെ പോകുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് അവിടെ ഒരു ഹോട്ടലുണ്ടല്ലോ, അതാണോ? വെള്ള പെയിൻ്റ് അടിച്ച വീടാണ് അൻവർ റഷീദിൻ്റെ വീട് എന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും അവിടെ ഒന്നും പോകണ്ട. ഈ ഫുഡൊന്ന് റെഡി കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായാലും ഈ കട ഒന്ന് നോക്കി വെച്ചോ, നല്ല അടിപൊളി സംഭവമാണ്. ഇവിടെ ഫിഷ് അങ്ങനത്തെ എല്ലാ സാധനവും ഉണ്ട്, ഇറച്ചിച്ചോറ് മാത്രമല്ല. ഫിഷ് ഇവിടെ എന്തൊക്കെ ആയിട്ടുള്ളത്? ഇത് ഇറച്ചിച്ചോറല്ലാതെ വേറെ എന്തൊക്കെ ആയിട്ടുള്ളത്? പൊറോട്ട, അരിപ്പുട്ട്, ഗോതമ്പുട്ട്, ചോറ്, വെള്ളയപ്പം, ഇഡ്ഡലി. ഇതൊക്കെ രാവിലെ അല്ലേ? ഓക്കെ. വൈകുന്നേരം ഉണ്ടോ? ഇത് 8 മണി. അപ്പോൾ രാത്രിക്കകത്ത് ഐറ്റംസ് എന്തൊക്കെയാ? ദോശ, മെയിൻ അതാണല്ലേ. അപ്പോൾ നിങ്ങൾ മെനു കേട്ടല്ലോ, ഇതൊക്കെയാണ് ഇവിടെ ഉള്ള ഐറ്റംസ്. അപ്പോൾ നിങ്ങൾക്ക് 11 മണി വരെ ഉണ്ട്, എപ്പോഴാ വെച്ചാൽ വന്നിട്ട് കഴിക്കുക. അപ്പോൾ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അഭിപ്രായങ്ങൾ പറയാം. നല്ല അഭിപ്രായമായിരിക്കും, കാരണം അതുകൊണ്ടാണല്ലോ സെലിബ്രിറ്റീസ് വരുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ഫുഡ് വാങ്ങി ഇതാ നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് സൈക്കിൾ കാര്യങ്ങളൊക്കെ എന്താ പറയുക റെൻറ്റിന് കിട്ടും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഇവിടുന്ന് സൈക്കിൾ എടുത്തിട്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങിയത്. അപ്പോൾ വരുന്നവർക്ക് ഫോർട്ട് കൊച്ചിയിൽ ബസ് ഇറങ്ങിയിട്ട് നേരെ ഡച്ച് സ്ക്വയറിലേക്ക് നടന്നു കഴിഞ്ഞാൽ അവിടുന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ചിങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ സൈക്കിള് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അവിടെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അത് അതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഹോം സ്റ്റേ. ഇവിടെ സൈക്കിൾ റെൻറ്റ് കാര്യങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ പോയി നോക്കാം, ചോദിച്ചു നോക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ, തെറ്റിദ്ധരിക്കരുതാരും. ഇവിടൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ പപ്പടം പൊട്ടിക്കാതെ കഴിക്കണേ.